വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 19 മുതൽ 21 വരെ. അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണുവാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്തുവാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. സ്നേഹം നിറഞ്ഞവരെ, ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആരാണ് ഈശോയുടെ അമ്മയും സഹോദരരും? നാം ഓരോരുത്തരുമാണ് ഈശോയുടെ അമ്മയും സഹോദരരും. എങ്ങനെയാണ് ഈശോയുടെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുക? ഈശോയുടെ വചനം നാം ദിവസവും സുവിശേഷത്തിലൂടെ ശ്രവിക്കുന്നുണ്ട്. എന്നാൽ നാം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുകയാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എല്ലാം ചേരുന്നതാണ് ഒരു കുടുംബം. അപ്പോൾ ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഈശോയുടെ കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ വേണ്ടിയാണ്. സുവിശേഷത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഈശോ 1-2 ഉപമകളിലൂടെ നമുക്ക് അത് വ്യക്തമാക്കി തരുന്നുണ്ട്. ധൂർത്ത പുത്രൻ്റെ ഉപമയിലൂടെ ഈശോ വ്യക്തമാക്കി തരുന്നുണ്ട്. പിതാവിൽ നിന്ന് അകന്നുപോയ ആ ധൂർത്തനായ മകൻ എന്താണ് സംഭവിച്ചത്? തിരിച്ച് പിതാവിലേക്ക് കടന്നു വരുമ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? അവൻ പിതാവിൽ നിന്ന് തൻ്റെ പാകമായ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് ദൂരദേശത്തേക്ക് ധൂർത്തനായി ജീവിച്ചു. പിതാവിൽ നിന്ന് അകന്നു ജീവിച്ചപ്പോൾ അവൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. അത് അവനെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ദരിദ്രനായി, ഒന്നും ലഭിക്കാത്തവനായി, ആത്മീയവും ഭൗതികവുമായ എല്ലാം നഷ്ടപ്പെട്ടവനായി അവൻ തീർന്നു. അപ്പോഴാണ് അവന് ബോധമുണ്ടായത്. അവൻ തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ തൻ്റെ ഭൃത്യന്മാരെല്ലാം സുഭിക്ഷമായി കഴിയുന്നു. ആത്മീയവും ഭൗതികമായ സുരക്ഷിതത്വം അവിടെ ഉണ്ടായി. ആത്മീയവും ഭൗതികവുമായി അവർ ഒത്തിരിയേറെ വളർന്നിരിക്കുന്നു. തനിക്ക് ആ ഒരു ഭൃത്യനായിട്ടെങ്കിലും ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിതാവ് അവനെ സ്വീകരിക്കുകയാണ്. 2 കൈയും നീട്ടി വാരി പുണർന്നുകൊണ്ട് സ്വീകരിക്കുന്ന പിതാവിനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആ ഒരു വലിയ ചിന്തയാണ് ധൂർത്ത പുത്രനിലൂടെ നമുക്ക് നൽകുന്നത്. മറ്റൊരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈശോ സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സക്കേവൂസ് ആരായിരുന്നു? എല്ലാവർക്കും അറിയാം, ചുങ്കക്കാരിൽ പ്രധാനനായിരുന്നു. അവൻ ഒത്തിരിയേറെ സ്വത്ത് സമ്പാദിച്ചവനാണ്. മറ്റുള്ളവരിൽ നിന്ന് സ്വത്തുക്കളെല്ലാം പിഴിഞ്ഞെടുത്തവനാണ്. അങ്ങനെയുള്ള മനുഷ്യനെ എല്ലാവരും വെറുത്തിരുന്ന മനുഷ്യനാണ്. തനിക്കറിയാം താൻ ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതിൽ നിന്ന് മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ ചിന്തിക്കുന്ന സമയത്താണ് ഈശോയെ കാണുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സിക്കമോർ മരത്തിൻ്റെ മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറുന്നത്. ഈശോയെ കാണുവാനുള്ള ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈശോ അവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. ഉള്ളിൽ നിന്ന് താൻ പറയേണ്ടതെല്ലാം പുറത്തേക്ക് വരികയാണ്. സക്കേവൂസ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? താൻ മറ്റുള്ളവരിൽ നിന്ന് പൈസ വഞ്ചിച്ചെടുത്തിട്ടുണ്ട് എന്ന് സ്വയം സമ്മതിക്കുകയാണ്. ആ ഒരു രീതിയിലേക്ക് ചെന്ന് കടന്നുമ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ കുടുംബത്തിലെ അംഗമായി തീരുകയാണ് സക്കേവൂസും കുടുംബവും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കും കാണുവാനായിട്ട് സാധിക്കും പലവിധ പോരായ്മകളും ഉള്ളവരാണ് മനുഷ്യ ജീവിതങ്ങൾ. നാം ഓരോരുത്തരും പലവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലവിധ പോരായ്മകൾ ഉള്ളവരാണ്. എന്നാൽ ഈശോയുടെ ജീവിതത്തിലേക്ക്, ഈശോയുടെ കൂടെ ജീവിക്കുന്നവരായി തീരുമ്പോൾ ഇതെല്ലാം ഈശോയുടെ കയ്യിലേക്ക് നാം സമർപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈശോ നമ്മെ സ്വീകരിക്കും. ഈശോ സ്വീകരിച്ച് ഈശോ പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും
അത് വലിയൊരു ശക്തിയാണ്, വലിയൊരു ഉത്തേജനമാണ് നമുക്ക് നൽകുന്നത്. വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരുവാനാണ് അത് നമ്മെ സഹായിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ വിശുദ്ധൻ്റെയും ജീവിതം ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. പക്ഷേ പച്ചയായ ഈ മനുഷ്യനാണ് വിശുദ്ധരായി തീരുന്നത്. അവരെന്താ? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുമ്പോൾ ഈ പച്ചയായ മനുഷ്യർ വിശുദ്ധരായി തീരുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നത്. ചെറുപ്പത്തിൽ അഗസ്റ്റിൻ തൻ്റെ കൂട്ടുകാരുമൊത്തും കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അവിടെ മരങ്ങൾ നല്ല ഫലങ്ങൾ കായ്ച്ചിരിക്കുമ്പോൾ, ആപ്പിളും മറ്റ് പഴങ്ങളും കായ്ച്ചിരിക്കുമ്പോൾ അത് അവരാരും കാണാതെ പറിച്ചെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? വിശപ്പകറ്റാനാണോ ഭക്ഷിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് പറിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറിക്കുന്നു. അങ്ങനെ വേറൊരു രീതിയിൽ ജീവിച്ചു. അതായത് മറ്റ് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നന്മ ചെയ്യുന്ന മനുഷ്യനായിട്ടല്ല, അതിന് വിപരീതമായ ഒരു മനുഷ്യനായിട്ടാണ് ആദ്യം ജീവിതം ആരംഭിച്ചത്. കൂട്ടുകാരുമൊത്ത് കൂടി മറ്റ് രീതിയിൽ ഇടപഴകിക്കൊണ്ട് ഒരു ജീവിതമാണ് ജീവിച്ചത്. അതിനുശേഷം നമുക്കറിയാം, സുഖലോലുപതയിലും അത്യാസക്തയിലും മറ്റ് പലവിധ വേഴ്ചകളിലും നടന്ന മനുഷ്യനായി തീരുകയാണ് വിശുദ്ധ അഗസ്റ്റിൻ. എന്നാൽ ദൈവവചനം അഗസ്റ്റിനെ മാറ്റി മറിച്ചിരിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഒരു വലിയ വഴിത്തിരിവായി അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാരണം എന്താണ്? നിദ്ര വിട്ട് ഉണരേണ്ട സമയമായിരിക്കുന്നു, ഇതാ രക്ഷ സമീപിച്ചിരിക്കുന്നു. എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വചനം തൻ്റെ ഹൃദയത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വെടിഞ്ഞ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുന്ന മനുഷ്യനായി അഗസ്റ്റിൻ മാറുകയാണ്. തൻ്റെ ജീവിതം ആകെ മാറ്റുകയാണ്. ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനായി തീരുകയാണ്. ഒരു വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവവചനം അനുസരിച്ചുള്ള ജീവിതം നമ്മെ ഓരോരുത്തരെയും മാറ്റിമറിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി നമുക്കറിയാം, അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒറ്റപ്പോട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈശോ വലിയ ഒരു സാന്നിധ്യമായി മാറുകയാണ്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വ്യക്തിയായി തീരുമ്പോൾ തൻ്റെ സഹോദരനെ താനുമായിട്ട് ഒരേപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. താൻ ഭിക്ഷ യാചിക്കുവാനായിട്ട് തെരുവിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ മറ്റ് ഭിക്ഷ ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്നുള്ള സാധനം കൂടി അവർക്ക് കൊടുത്തുകൊണ്ട് താനും അവരും ഒരുപോലെ ഒരേ വ്യക്തിയാണ്, ക്രിസ്തുവിൻ്റെ മക്കളാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ സുവിശേഷം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാമും ചിന്തിക്കേണ്ട കാര്യമാണ്, നാമും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കേണ്ടതിന് ദൈവവചനം അനുസരിച്ച് ഈശോയുടെ കുടുംബത്തിലെ അംഗമായി തീരുന്നതിന് വചനം ശ്രവിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.